പാഷൻ എന്നുള്ളൊരു സാധനമാണ് അതിൽ. അപ്പോൾ നമ്മളിപ്പം ഡോക്ടർ എന്നല്ല, ഏതൊരു പ്രൊഫഷനാണെങ്കിലും ആ പ്രൊഫഷനെ നമ്മൾ എക്സൽ ചെയ്യണമെങ്കിൽ നമുക്കതിൽ അതിയായിട്ടുള്ള ഡ്രൈവ് വേണം, ഒരു മോട്ടീവ് വേണം, ഒരു ഇൻസ്പിറേഷൻ, ആ ഒരു പാഷൻ എന്നുള്ള സാധനം, ഒരു കംപ്ലീറ്റ് സാധനം നമുക്ക് വേണം. ഞാൻ PSC കഴിഞ്ഞു, MSc കഴിഞ്ഞു, MSc കഴിഞ്ഞ് അടുത്ത ആഴ്ച തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. വർക്ക് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല, പാരൻസിന് പറയും. പക്ഷേ കൃത്യസമയത്ത് ദൈവം എന്നെ കൃത്യമായിട്ട് ഫറൂഖ് കോളേജിൽ ഒരു പ്രൊഫസറായിട്ട് അപ്പോയിൻ്റ് ചെയ്തെങ്കിൽ എൻ്റെ ഡ്രീമിലേക്ക് എത്തിച്ചാണ്. എന്താണ് എൻ്റെ വീക്ക് ഏരിയ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ കൊല്ലം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എവിടെയാണ് വീക്ക്നെസ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആരൊക്കെയാണ് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് റിപ്പീറ്റും റിപ്പീറ്റും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഈ സെഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇന്ന് നമ്മൾ ഈ സെഷനുള്ളത് RA സാർ എന്നറിയപ്പെടുന്ന റഷീദ് സാറാണ്. സോ സാറിന് ഈ ഒരു സെഷനോട് വലിയൊരു വെൽക്കം സാർ. താങ്ക് യു സാറ് നമ്മൾ DNLന്റെ അക്കാഡമിക്സിനെ കോർഡിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ റിക്വസ്റ്റും സാറ് സ്വീകരിച്ചിട്ടുണ്ട്. സോ അതിന് വലിയൊരു താങ്ക്സ് പറയുകയാണ് സാർ. താങ്ക്സ് ഫോർ ബീങ് എ പാർട്ട് ഓഫ് സാർ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഈ സെഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാടധികം കാര്യങ്ങൾ ഒരു റീറിപ്പീറ്റിനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു കുട്ടി ഒരുപാട് കാര്യങ്ങളെ പറ്റി അവെയർ ആയിട്ടിരിക്കേണ്ട ഒരു ആവശ്യതയുണ്ട്. സോ നമ്മൾ ആ ഒരു സെഷൻ തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യത്തിലാണ് സാർ. സാർ ശരിക്കും ആരാണ് ശരിക്കും ഈ ഒരു എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിപ്പീറ്റോ റിപ്പീറ്റൊക്കെ ആരാണ് ശരിക്കും ചെയ്യേണ്ടത് എന്നൊരു ചോദ്യത്തിന് സാറിന് എന്ത് മറുപടിയാണ് സാർ പറയേണ്ടത്? ഞാൻ ആ കാര്യമൊന്നും മറുപടി പറയുന്നതിൻ്റെ മുമ്പ്, ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇതിൻ്റെ ഒരു അക്കാഡമിക് കോർഡിനേറ്ററായിട്ട് നിൽക്കാം എന്ന് ഞാൻ സമ്മതിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരു പക്ഷേ ഞാനത് ഒരുപാട് നേരത്തെ അക്കിഫ് പറഞ്ഞല്ലോ, ഒരുപാട് കാലങ്ങളായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ കുറേ കാലങ്ങളായി വർക്ക് ചെയ്യുമ്പോൾ ഒരു കുട്ടി നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിപ്പെട്ടാൽ അത് ഒരു ബിസിനസ്സിൻ്റെ ഭാഗമല്ല, ആ കുട്ടിയുടെ ഫ്യൂച്ചറാണ്, ആ പാരൻസിൻ്റെ ഡ്രീമാണ്. നിങ്ങളെടുത്തൊരു കുട്ടിയെ കൊണ്ട് ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ ഫേസ് നിങ്ങൾ നാളെയും കാണും, പാരൻറ്റിൻ്റെ ഫേസ് അന്നേ കാണുള്ളൂ. ആ പാരൻ്റ് എന്തൊക്കെ ആങ്സൈറ്റിയോട് കൂടിയാണ് നിങ്ങളെ ഫ്രണ്ടിൽ വന്ന് എൻ്റെ മകൻ ഇങ്ങനെ ആവണം. ഇപ്പം നമുക്കൊക്കെ ഉള്ളതാണ്, നമ്മളെ മക്കളെ ഭാവിയാണല്ലോ നമ്മളെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അതായത് നമ്മളൊരു ബിസിനസ്സിൽ മാറ്റം വരുത്തിയുകൊണ്ട് കറക്റ്റായിട്ടൊരു കുട്ടിയെ ഓറിയൻ്റ് ചെയ്ത് പഠിപ്പിക്കാൻ താല്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഞാനിവിടെ DNAയിൽ ആദ്യമായിട്ട് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിച്ച വാക്ക് നിന്ന് കിട്ടിയ ഒരു ഉറപ്പാണത്. ഞാനൊരു കുട്ടിയെ ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങളെ കഴിവിൻ്റെ പരമാവധി, അല്ലെങ്കിൽ നിങ്ങളെ ഇവിടെയുള്ള ടീമിൻ്റെ മക്കളെ പോലെ കൊണ്ടു നടക്കും എന്നുള്ള, അല്ലെങ്കിൽ അവരെ ഫ്യൂച്ചറിലേക്ക് എത്തിക്കാൻ കഴിയും. നിങ്ങളെല്ലാ പ്ലാനും ഞാൻ നോക്കി. ആ പ്ലാനിലൊക്കെ എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഞങ്ങൾ 2008, 2009, 2010 കാലഘട്ടം, അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബിഫോർ കൊറോണ കാലഘട്ടത്ത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വർക്ക് ചെയ്തിരുന്നോ എന്നൊക്കെ വളരെ കുറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമ്മുടെ നാട്ടിലുള്ളൂ. നിങ്ങൾ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു 6 ഇൻസ്റ്റിറ്റ്യൂഷനിൽ അധികം ഇല്ല എന്നാണ് തോന്നുന്നത്. അന്നൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും, ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇത് മാറ്റി പറയുന്നില്ല, വളരെ ആത്മാർത്ഥമായ ഒരു കുട്ടിയോടെ ചേർത്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് വർക്ക് ചെയ്യുന്നൊരു ടീം വർക്ക് ഉണ്ടായിരുന്നു. അതെന്തോ ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു ഫീല് വന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാനത് ഒക്കെ എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചത് ആരൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള. ഈ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നീറ്റിനാണ്. നീറ്റ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറാവാം, MBBSഉം പിന്നെ അതിൻ്റെ തുടർന്നുള്ള പഠനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അക്കിഫിന് എന്നെക്കാളും കൂടുതൽ അറിയാം എന്താണ് MBBS, എങ്ങനെയാണ് തുടർന്ന് പഠിക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ, അതായത് പണ്ടത്തെ കാലത്തെ പോലെയല്ല ഇന്നത്തെ കാലം. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കണമെന്ന് പാരൻ്റ് ഒരു സ്കൂളിൽ ചേർത്തി, ഞങ്ങളങ്ങനെ പഠിച്ചു പോകുന്നു കുറേ ആയിട്ട്. 10th പാസ്സായി. അങ്ങനെ ഞങ്ങളന്ന് കോളേജിലാണ്, അന്ന് +2 അല്ല, പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് എക്സാം മാർക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എന്താവണം എന്നുള്ളത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു കുട്ടിയെ LKGയിൽ ചേർക്കുമ്പോൾ തന്നെ പാരൻറ്റിൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന കാലമാണ്.
പിന്നെ കുട്ടി ഇങ്ങനെ പഠിച്ചു വരുന്നതനുസരിച്ച് അവൻ 8-ലൊക്കെ എത്തുമ്പോൾ അവൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ വരും. ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഈ അവൈലബിലിറ്റിയോടുകൂടി കുട്ടി തന്നെ ഒരു ഡ്രീം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്നൊക്കെ എൻ്റെ 9ാം ക്ലാസ്സിലെ ടീച്ചറാണ് വിഷ് എന്നുള്ള വേർഡ് ഞാൻ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ് ഇംഗ്ലീഷിൽ. അന്നൊക്കെ 7ാം ക്ലാസ്സിൽ നിന്ന് ഇംഗ്ലീഷ് പഠനം തുടങ്ങുന്നുള്ളൂ. ആ വിഷ് എഴുതുമ്പോൾ ഐ വിഷ്, അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് എന്താവണമെന്ന് ചിന്തിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, ആ വിഷ് പഠിപ്പിക്കുന്ന LKGയിലാണ്. അവിടുന്ന് കുട്ടി വിഷിനെ പറ്റി ഞാൻ ഇന്നതാവണമെന്ന് ചിന്തിച്ചു തുടങ്ങുന്ന കാലം. അപ്പോൾ അങ്ങനെ വന്ന് അവൻ 10th പാസ്സായി +1 +2ലേക്ക് അല്ലെങ്കിൽ ആ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് അവൻ്റെ ഡ്രീമിനെ അവൻ മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ അവനൊരു ഡോക്ടർ ആവുക എന്നുള്ളത് അവന് ആ പ്രൊഫഷൻ സക്സസ് ആണെങ്കിൽ മാത്രമാണ് അവൻ്റെ മനസ്സിൽ ആ സ്വപ്നം ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പോൾ IIT-യിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കുട്ടികളുണ്ട്. അവൻ ഡ്രീം ചെയ്യാണ് എനിക്ക് അവിടെ ആവണം. അപ്പം ഞാൻ ഈ ചോദ്യത്തിന് മറുപടി ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ പ്രൊഫഷനോട് പാഷൻ ഉണ്ടോ? ഞാൻ ആ ഒരു ഡോക്ടർ ആയാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഇന്ന് കാണുന്ന ഒരുപാട് ഡോക്ടേഴ്സിന് നിങ്ങൾ നിത്യജീവിതത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. അവരൊക്കെ നിങ്ങളൊരു സ്വപ്നമാണോ അത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതാണ് എൻ്റെ സ്വപ്നം, അതാണ് എനിക്ക് എത്താനുള്ള മേഖല എന്ന് നിങ്ങൾ ഉറപ്പിച്ചോ എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നീറ്റ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കതിൽ ആദ്യമായിട്ട് മറുപടി പറയേണ്ടത്. പക്ഷെ അതിന് ഞാൻ എന്നെ പഠിപ്പിച്ച ഒരുപാട് കുട്ടികളുടെ ഒരു കുട്ടിയുടെ അനുഭവം മാത്രം ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഞാനൊരിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെ NIT, അന്ന് REC ആണ്, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തമംഗലത്ത്, അവിടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് ഞങ്ങൾ റിഫ്രഷ് കോഴ്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. അങ്ങനെ ഞാനത് അന്ന് തിരിച്ച് ബസ്സിലാണ് പോയത്. അരീക്കോട്ടേക്കാണ് പോകുന്നത്. എൻ്റെ വീട്ടിൽ പോകാൻ അവിടെ ബസ് ഇറങ്ങിയിട്ട് വേണം പോകാൻ. അങ്ങനെ ഞാൻ ബസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുട്ടി, അതായത് അന്നൊക്കെ ഈ കുട്ടികൾ ഈ കൺസെഷൻ ടിക്കറ്റ് കൊടുക്കുന്ന കാലമാണ്. ഓക്കെ, ഉണ്ടല്ലേ? ആ. അപ്പോൾ കണ്ടക്ടർ സ്വാഭാവികമായിട്ടും ആ കൺസെഷൻ്റെ പാസ് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ഇതില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, എൻ്റെ സൈഡ് ബെഞ്ച് ബ്ലാങ്ക് ആണ്. കുട്ടികളൊന്നും അന്ന് ഈ പാസിന് പോകുന്ന കുട്ടികൾ എന്താ പറയുക, ഒരു അലിഖിത നിയമമുണ്ട് ഇരിക്കാൻ പാടില്ല എന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അവനവിടെ നിന്ന് ഈ പൈസ കൊടുത്തു. അപ്പോൾ കണ്ടക്ടർ പാസ് വെച്ചോ, കണ്ടക്ടർ അവൻ്റെ അടുത്ത് കൊടുക്കാനില്ല. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരമുണ്ട്. അത് കഴിഞ്ഞ് അവൻ ഫുൾ പൈസ കൊടുത്തു. എന്നാലും എനിക്ക് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തായിരുന്നു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ, എന്താ പറ്റിയേ, നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ പാസ്സൊക്കെ ഉണ്ടാവില്ലേ, അത് കൊടുത്താൽ പോരെ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, സാറേ ഞാൻ കഴിഞ്ഞ കൊല്ലം പാസ്സായതാണ്, എനിക്ക് വലിയ മാർക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയെങ്കിലും കോളേജിലൊക്കെ ജോയിൻ ചെയ്യണ്ടേ, ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്യാലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനുള്ള മാർക്കില്ല സാർ. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയായിരുന്നു അവന് 10th, അവൻ്റെ ഈ പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രിയാണ് കേട്ടോ, ഈ +2 അല്ല. അപ്പോൾ കോഴിക്കോട് നല്ല കോളേജിലാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ പോയി കിട്ടണമെങ്കിൽ നല്ല മാർക്ക് കിട്ടണമല്ലോ. അപ്പോൾ അവൻ പറയാണ്, സാർ ഞാൻ 10th നല്ലോണം പഠിച്ചിരുന്നു, പക്ഷേ എനിക്ക് ഈ പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ഫാദർ മരിച്ചുപോയി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പല പ്രശ്നങ്ങളും വന്നുകൊണ്ട് എനിക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട വിധത്തിൽ മാർക്ക് കിട്ടിയില്ല. ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് അവൻ വളരെ വിഷമത്തോടു കൂടി, ഈ ഫാദറിൻ്റെ മരണം, മറ്റേ ഒരു കുട്ടി അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏത് വ്യക്തിക്കും ഉണ്ടാവുന്ന ഒരു, എനിക്കും ഭയങ്കര വിഷമം തോന്നി. ഞാൻ അവനോട് ചോദിച്ചു, എന്താണെന്ന് എൻ്റെ ഡ്രീം? സാറേ ഞാൻ ഡോക്ടർ ആവണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അന്ന് 10th പാസ്സായപ്പോൾ എല്ലാ അധ്യാപകരും എനിക്ക് അത്യാവശ്യം മാർക്കുള്ളതുകൊണ്ട് നീ ഡോക്ടർ ആവും എന്ന് എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വാപ്പക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഡോക്ടർ ആവാൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്താ തടസ്സം സാറേ, ഈ മാർക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ കൃത്യമായിട്ട് അവനോട് ചോദിച്ചു, നീ ഡോക്ടർ ആവണം എന്ന് തന്നെയാണോ? സാർ അതാവണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, അന്ന് കാലിക്കറ്റ് ഒരു തുടക്കത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോയി ചേർത്തി കൊടുക്കാം എന്ന് ഞാനൊരു വാക്ക് പറയുകയും അങ്ങനെ അവനെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർക്കുകയും, ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഒരു സാധാരണ കുട്ടിയാണ്, അവൻ ചേർത്ത് കൊടുക്കുക എന്നുള്ള റോളാണ്. അതിന് മാർക്കൊന്നും വേണ്ടല്ലോ, കോച്ചിങ് സെൻറ്ററിലല്ലേ. പിന്നെ അവർ മറ്റേ ചാരിറ്റി ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അവനോട് ഫീസൊന്നും വാങ്ങിയില്ല. അവന് വേറൊരു കോഴ്സിനും പോവാതെ ആ ഒരു കൊല്ലം അവിടെ റിപ്പീറ്റ് ചെയ്യാൻ വന്നു.
ആ കൊല്ലം അന്ന് AIPMT ആണ്, അന്ന് ഓൾ ഇന്ത്യ മെഡിക്കൽ ടെസ്റ്റ്, ഓൾ ഇന്ത്യ മെഡിക്കൽ ടെസ്റ്റ് സെപ്പറേറ്റ് ആണ്, ഇന്നത്തെ പോലെ നീറ്റ് അല്ലാത്ത കാലം. അങ്ങനെ ഓൾ ഇന്ത്യ മെഡിക്കൽ ടെസ്റ്റ് എഴുതിയിട്ട് അന്ന് അതിലെ 14ാമത്തെ റാങ്ക് അവൻ വാങ്ങി. ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. ഒന്നുമില്ല, ഒരു സ്വപ്നവും മുന്നിലില്ലാതെ ഒറ്റ സ്വപ്നം, അവന് ഡോക്ടർ ആവണം, അവനൊരിക്കലും പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഞാനതിനൊരു നിമിത്തം മാത്രം കേട്ടോ, അവനൊരു റോളൊന്നുമില്ല, ബസ്സിൽ നിന്ന് കണ്ടുമുട്ടിയ നിമിത്തമേ ഉള്ളൂ. പക്ഷെ അവൻ വന്നു, അവിടുന്ന് പഠിച്ചു. കണ്ടോ ഞാൻ പറഞ്ഞ അവൻ്റെ പാഷൻ, അവൻ്റെ ലൈഫ് അവൻ ഐഡൻറ്റിഫൈ ചെയ്തു, അതിൽ നിന്ന് അവൻ പടുത്തുയർത്തി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ജീവിതം അതാണ്, എനിക്ക് ആ വഴിയിലൂടെ പോയാലാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അതിൻ്റെ സാമ്പത്തികമൊക്കെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ, കിട്ടുക എന്നൊരു കുട്ടി വിശ്വസിക്കുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ എന്ത് സംഭവിച്ചാലും ഈ വർഷം കിട്ടാത്തവരാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. അതിനൊക്കെ ഒരു കാരണം കൂടി ഞാൻ പറയാം. കാലം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ പല പാരൻസും മക്കളോട് പറയുന്ന ഞാൻ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ പാരൻസോ ഒക്കെ പലരും പറയുന്നത്, എനിക്കോ അതിന് പറ്റിയില്ല, നിന്നെങ്കിലും അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ടത്, നിങ്ങളൊരു സ്വപ്നം അവിടെ ഉണ്ട്, ആ സ്വപ്നത്തിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റുഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. കപ്പാസിറ്റി ഉണ്ട്. നിങ്ങളിപ്പോൾ ഇന്ന് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന ഒരുവിധം എല്ലാവർക്കും ഫുൾ A+ ഉണ്ടാവും 10th എന്നാണ് ഞാൻ മനസ്സിലാക്കി. 11th കുറച്ച് എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവന് കറക്റ്റ് ഈക്വൽ അല്ലേ, അവനും 10th കപ്പാസിറ്റി ഉണ്ടായിരുന്നു, 11th പഠന കാരണം കൊണ്ട് മാർക്ക് പോയ കുട്ടിയല്ലേ, പക്ഷെ അവൻ ഡ്രീമിൽ എത്തിയില്ലേ. അപ്പം ഞാൻ പറയുന്ന അങ്ങനെ ഒരു പാഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ കാലം കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് ഒന്ന് ശ്രമിക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടത. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ് റിഗ്രറ്റ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നു അല്ലേ, ആ ചിന്ത ജീവിതത്തിൽ എന്നും നമുക്ക് നഷ്ടബോധം ഉണ്ടാക്കുള്ളൂ. അപ്പം ഞാൻ നിങ്ങളെ കുട്ടികളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വഴി ഓപ്പൺ ചെയ്തു തന്നാൽ അവിടെ നിങ്ങൾ മുട്ടിയിരിക്കണം. മുട്ടിയിട്ട് ചിലപ്പം നമുക്കത് ഓപ്പൺ ചെയ്യാതെ വരാം, പക്ഷേ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിമൊന്നും അല്ലാതെ. പക്ഷേ എൻ്റെ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരുപാട് കുട്ടികളെ കണ്ട പരിചയത്തിൽ ഞാൻ പറയാം, നിങ്ങൾ ഏത് പ്രോഗ്രാമിനും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തോ. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്, അപ്പോൾ അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഈ വഴിയിലാണ് പോകേണ്ടത്, പക്ഷേ മുന്നോട്ടുള്ള ഏതെങ്കിലും ഒരു യാത്രയിൽ കൃത്യമായിട്ട് ദൈവം കൃത്യമായിട്ട് നിങ്ങളെ പ്ലേസ് ചെയ്തിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് പറയുന്നത്. ഞാൻ PSC കഴിഞ്ഞു, MSc കഴിഞ്ഞു, MSc കഴിഞ്ഞ് അടുത്ത ആഴ്ച തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു, വർക്ക് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല, പാരൻസിന് പറയും. പക്ഷേ കൃത്യസമയത്ത് ദൈവം എന്നെ കൃത്യമായിട്ട് ഫറൂഖ് കോളേജിലെ ഒരു പ്രൊഫസറായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡ്രീമിലേക്ക് എത്തിച്ചാണ്. എൻ്റെ ഏറ്റവും വലിയ പാഷൻ ജോബ് ടീച്ചിങ് തന്നെ കേട്ടോ. അത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് വൈകി എന്നുള്ളത് സത്യമാണ്. സ്റ്റിൽ ഈ വയസ്സിൽ ഞാൻ ടീച്ചിങ്ങിന് പോകാനുള്ള കാരണം എൻ്റെ പാഷൻ തന്നെയാണ്. അപ്പം ഞാൻ കുട്ടികളോട് പറയുന്നത്, നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ഡോറിൽ നോക്ക് ചെയ്യുക, നെക്സ്റ്റ് നീറ്റ് എഴുതുക, കിട്ടും എന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് കിട്ടും. ഈ 23,36,800 കുട്ടികളോ എത്ര എഴുതിയത്, അതിൽ ഞാൻ ചോദിക്കട്ടെ, കൃത്യമായിട്ട് മനസ്സിലറിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് 1 ലക്ഷം 1.5 ലക്ഷം കുട്ടികളെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും ഞാൻ പോകുന്നു, ഞാനും പോകുന്നു എന്നുള്ളൊരു സ്ലോഗണിൽ പോകുന്നവരാണ് പലരും. ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള സ്വപ്നം തന്നെ ഈ എക്സാമോടുകൂടി നിർത്തിവെച്ചു. സ്വപ്നം അത്രയേ ഉള്ളൂ. അവർ സ്വപ്നം കാണാൻ പഠിക്കാത്തത് കൊണ്ടാണ്. അബ്ദുൽ കലാം എപ്പോഴും പറയുന്ന വേർഡല്ലേ, ഡ്രീം യുവർ സെൽഫ്, ഡ്രീം എന്ന് ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയാറില്ലേ. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് സ്വപ്നം കാണുക, പറ്റാവുന്നവരൊക്കെ നിങ്ങളെ വഴിയിൽ മുട്ടിക്കോക്കുക, തുറക്കപ്പെടും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ നീറ്റ് റിപ്പീറ്റേഷനിൽ പോവുക എന്ന് എനിക്ക് പറയാൻ പറ്റും. ആസ് എ ഡോക്ടർ എനിക്ക് അതിൽ കുറച്ച് പോയിന്റ്സ് കൂടെ ആഡ് ചെയ്യണമെന്നുണ്ട്. അപ്പം ബേസിക്കലി ഇപ്പോൾ സാർ പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ഔട്ടാണ്. പാഷൻ എന്നുള്ളൊരു സാധനമാണ് അതിൽ. അപ്പം നമ്മളിപ്പം ഡോക്ടർ എന്നല്ല, ഏതൊരു പ്രൊഫഷനാണെങ്കിലും ആ പ്രൊഫഷനെ നമ്മൾ എക്സൽ ചെയ്യണമെങ്കിൽ നമുക്കതിൽ അതിയായിട്ടുള്ള ഡ്രൈവ് വേണം, ഒരു മോട്ടീവ് വേണം, ഒരു ഇൻസ്പിറേഷൻ, ആ ഒരു പാഷൻ എന്നുള്ള സാധനം, ഒരു കംപ്ലീറ്റ് സാധനം നമുക്ക് വേണം. എന്നാൽ മാത്രമേ അതിൽ നമുക്കെന്താണ് ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിൽ
ഓപ്പർച്യൂണിറ്റീസ് വളരെ ലിമിറ്റഡ് ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ അവിടെ എക്സൽ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ അത്രയേറെ ഹാർഡ് വർക്ക് നമ്മൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പുട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഹാർഡ് വർക്ക് അവിടെ വരണമെങ്കിൽ അത്രയേറെ ആ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സാധനം വരണം. അപ്പോൾ അതുകൊണ്ടാണ് പല കുട്ടികളും ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ചാണ് പോകുമ്പോൾ തന്നെ കുട്ടികൾ ആ ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് കുട്ടികളെ ഇന്ന് പിന്മാറുകയാണ്. ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന സംഭവമല്ല, ഇതെനിക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ റിപ്പീറ്റിംഗ് എന്നല്ല, ഇപ്പോൾ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു കരിയർ നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് എന്തായാലും ഒരുപാട് തരത്തിലുള്ള ചാലഞ്ചസ് വരാനുണ്ട്. സോ അതിനെ ഫേസ് ചെയ്ത് നമ്മൾ റെഡി ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഡ്രൈവ് ഉണ്ടോ, ഒരു ഫ്യൂച്ചർ നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ള ഒരു പോയിൻ്റാണ്. സോ നിങ്ങൾ ഇതിന് പാഷനേറ്റ് ആണെങ്കിൽ, ഇതിനെന്നല്ല ഏതൊരു പ്രൊഫഷൻ പാഷനേറ്റ് ആണെങ്കിൽ ഹാർഡായിട്ടുള്ള ഒരുപാട് നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് രീതിയിലുള്ള ചാലഞ്ചസ് വരും. അതിനൊക്കെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സാറിനായാലും നമുക്ക് അതിലൊക്കെ പറയാനുള്ളത്. അപ്പോൾ സാർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകും സാർ. അപ്പോൾ സാർ ഒരു കുട്ടി ഇപ്പോൾ നമ്മൾ നീറ്റിലോട്ട് വരികയാണ്. ഇപ്പോൾ ഒരു കുട്ടി പറയുന്ന പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാനും റിപ്പീറ്റ് ചെയ്യാനും തീരുമാനിച്ചു എങ്കിൽ ആ കുട്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കുട്ടി ഈ ഒരു കൊല്ലത്ത് ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് തയ്യാറെടുക്കേണ്ടത്, എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്ന, അതായത് 2 പ്രാവശ്യമൊക്കെ എഴുതുന്ന കുട്ടികളൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ റിപ്പീറ്റ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി അവർ പഠിച്ച് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ട്രൈ അല്ലെങ്കിൽ 2 പ്രാവശ്യം ട്രൈ ചെയ്തവർ വീണ്ടും എന്ത് ചെയ്യണം എന്നാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, എൻ്റെ വീക്ക് ഏരിയ എവിടെയാണെന്നുള്ളത് ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ സബ്ജക്റ്റും എല്ലാവർക്കും ഒരേപോലെ ഒരേ വേവ് ലെങ്ത്തിൽ അങ്ങോട്ട് ക്ലിയർ ആക്കാൻ പറ്റണ്ടെന്ന് ഞാൻ പറയില്ല. അത് എക്സാമിനേഷനാണ് പറ്റേണ്ടത്. അതിൻ്റെ മുമ്പ് എനിക്ക് എന്താണ്, ഏത് ഭാഗത്താണ്. ഇപ്പോൾ എന്നോട് കെമിസ്ട്രി ടീച്ചർ എന്നുള്ളതൊക്കെ ചിലർ പറയും ഞങ്ങൾക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ അത്ര അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ചിലർ പറയുന്നതാണ്, ഡിപ്പെൻസ്. ചിലർ ഈക്വിലിബ്രിയം ഭയങ്കര മാത്തമാറ്റിക്കൽ പാർട്ടാണ്, അത് സാറ് പഠിപ്പിക്കുമൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. ചിലർക്ക് ഓർഗാനിക് കെമിസ്ട്രി ആവാം. ദെൻ അതുപോലെ ഫിസിക്സിൽ ചിലർക്ക് മോഡേൺ ഫിസിക്സ് എല്ലാവരും ചെയ്തു പോകും. പക്ഷേ ചിലപ്പോൾ ഈ റേ ഒപ്റ്റിക്സിലൊക്കെ ചില കുട്ടികൾക്കൊക്കെ പ്രയാസം പറഞ്ഞതായിട്ട്, അതുപോലെ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്ന ഫ്ലൂയിഡ് ഡൈനാമിക്സിലെ ക്വസ്റ്റ്യനാണ് കുറച്ച് പ്രയാസമായി ഇന്ന് കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്താണ് എൻ്റെ വീക്ക് ഏരിയ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ കൊല്ലം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എവിടെയാണ് വീക്ക്നെസ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഏരിയയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അത് ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നാളെ നിങ്ങളിപ്പോൾ ഇവിടെ ക്ലാസ് തുടങ്ങി ഒരു ടോപ്പിക് എടുത്തു, എക്സാമ്പിൾ ഞാൻ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് പറഞ്ഞു. നിങ്ങളപ്പോൾ തെർമോഡൈനാമിക്സ് ക്ലാസ്സിൽ പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ മുമ്പ് പഠിച്ച തെർമോഡൈനാമിക്സിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോവാം. അങ്ങനെ പഠിച്ച് നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ സാറ് പറയുമ്പോൾ ഇതായിരുന്നു അല്ലേ എൻ്റെ മിസ്റ്റേക്ക്, അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയോ, നിങ്ങൾ അതിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, യു ജസ്റ്റ് ഗോ സ്ട്രൈറ്റ്. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഐഡൻറ്റിഫൈ യുവർ വീക്ക് പോയിന്റ്, വീക്ക് ഏരിയ, ദെൻ ഫോക്കസ് ഓൺ വീക്ക് ഏരിയ. ഇത് ചെയ്താൽ നിങ്ങൾക്ക്, ഞാൻ പറയുന്നു, നിങ്ങളെ 50% ടാസ്ക് കഴിഞ്ഞു. പിന്നൊരു പോയിന്റ് നേരത്തെ ആക്കിഫ് പറഞ്ഞ പോയിന്റാണ്, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ഡിസ്കറേജ് ചെയ്യാതിരിക്കുക. നേരത്തെ പറഞ്ഞില്ലേ, കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കിത് പറ്റുമോ എന്നുള്ള ചോദ്യം. ഈ സെൽഫ് ഡിസ്കറേജിങ് എല്ലാ സ്ഥലത്തും നിങ്ങളെ ലൈഫിൽ അങ്ങോട്ട് പോകുന്നിടത്തൊക്കെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. അത് എൻട്രൻസിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. അതായത് എനിക്കത് പറ്റുമോ, കുറച്ചങ്ങോട്ട് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ചിരുന്ന് പഠിക്കുന്നവരായിരിക്കും. ഒരു എക്സാമിന് എത്ര എക്സാം എഴുതി കഴിഞ്ഞാലും അവന് ഇപ്പോൾ 720-ൽ 600 മുകളിൽ മാർക്ക് കിട്ടാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് തോന്നുകയാണ് എനിക്കിത് പറ്റൂല, അവനത് പറ്റും. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ഇല്ല പറഞ്ഞാലും മറ്റൊരാളെ കമ്പാരിറ്റീവ് മൈൻഡ് നമ്മളെ മനസ്സിൽ വരും. വരരുത് എന്ന് പറയണം, വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും. ഇപ്പോൾ ഈ തുടക്കത്തിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലൊന്നും അങ്ങോട്ട് വരുമ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ അതേ പോയിന്റാണ്. അതായത് അതാ ഡിസ്കറേജ് യുവർ സെൽഫ്. നമ്മൾ തന്നെ നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്. അതൊരിക്കലും നിങ്ങൾക്ക് വരാൻ പാടില്ല. എൻ്റെ ഡെസ്റ്റിനി അതാണ്, അവിടെ ഞാൻ എത്തും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക.
അങ്ങനെ വിശ്വസിച്ച് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും തന്നെ ഞാൻ എല്ലാ കുട്ടികളും പറയാം. എത്താതിരിക്കില്ലല്ലോ. നമ്മൾ എത്ര ആൾക്കാരെ കാണുന്നതാ, എത്ര ആൾക്കാർ കാണുക. ഇപ്പം നിങ്ങൾ വേറെ എല്ലാവരും കാര്യം ചോദിച്ചു നോക്കിയാൽ നമ്മളിപ്പോൾ നാളെ ഇന്ന സ്ഥലത്ത് എത്തണം എന്ന് വെച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ നമ്മളെവിടെ എത്തുന്നില്ലേ? എന്തൊക്കെ നമ്മൾ ആലോചിക്കും. അവിടെ കയറി ട്രെയിൻ ഇറങ്ങി, അവിടുന്ന് ബസ് കയറി ഓട്ടോനെത്തി 9 മണിക്ക് അവിടെ എത്തുമോ? നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളൊരു സിനിമക്ക് പോകുന്ന സമയത്ത്, ഒരു 2 മണിക്ക് തുടങ്ങുന്ന സിനിമയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ 1 മണിക്കായ നമ്മൾക്ക് ഇങ്ങനെ തോന്നുക ഇന്ന് എത്തലുണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇതുവരെ പോവാതിരുന്നില്ല. നമ്മൾ എങ്ങനെങ്കിലും അത് നമ്മൾ ബസ് കയറി ഓട്ടോ കയറി നടന്ന് ചാടി അവിടെ എത്തും. ഇതിലും അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ സ്വന്തമായിട്ട് ഡിസ്കറേജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നിൽക്കാതെ നിന്നാൽ മതി എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എനിക്കത് കിട്ടും എന്ന് തന്നെ പറയണം. പല കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, സാർ കിട്ടൂല സാർ, കിട്ടൂല സാർ. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന തന്നെ കിട്ടണ്ട എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? കിട്ടും എന്ന് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്കൊരു ഡെസ്റ്റിനി ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെത്തും. നിങ്ങൾ വേറൊരു ടെൻഷനും അടിക്കരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഡിസ്കറേജ് ചെയ്യാതെ, ചിലപ്പോൾ നിങ്ങളെ ചുറ്റുപാടൊക്കെ നിങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയില്ല, ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഡിസ്കറേജ് ചെയ്യും നമ്മളെ. ഇപ്പോൾ കൂടെ ഇരിക്കുന്ന, ഞാൻ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല, ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ദോസ് ഹു ആർ സിറ്റിംഗ് റൈറ്റ് ടു യു ഡോണ്ട് ബിലീവ് ഇൻ. അതായത് നിങ്ങളെ വലത്തെ സൈഡിലിരിക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് എപ്പോഴും ഞങ്ങളൊക്കെ പറയാം. വലത്തെ സൈഡിലിരിക്കണമെന്ന് നിങ്ങൾ എഴുതുമ്പോൾ അത് കോപ്പി അടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരൂല്ല കണ്ടോ. നിങ്ങൾ ഇവിടെ ഇരുന്ന് എഴുതുന്ന ഒരുത്തനെ ആലോചിച്ച് നോക്കിയാൽ അവൻ്റെ പേപ്പർ നോക്കാൻ നമ്മൾ തിരിഞ്ഞു നോക്കണം, പക്ഷെ അവന് നമ്മളെ പേപ്പർ നോക്കാന്നാണ്. അപ്പോൾ എപ്പോഴും നമ്മളെ ചുറ്റുപാട് നമ്മൾ ഡിസ്കറേജ് ചെയ്താലും നമ്മൾ സ്വന്തമായി ഡിസ്കറേജ് ചെയ്യാതെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലെത്താൻ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തും തന്നെയാണ്. എൻ്റെ ജീവിതാനുഭവത്തിലും ഒരുപാട് കുട്ടികളായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട്, +1 കഴിഞ്ഞ് +2 എത്തിയാൽ, +2 ഫസ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും, NCERT ബുക്ക് എല്ലാ ലൈനും വായിച്ച് എത്ര കുട്ടികൾ ഇവിടെ ഉണ്ട്? വളരെ കുറഞ്ഞ കുട്ടികളുണ്ട്. NCERTയുടെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് എത്ര ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആൻസർ ചെയ്ത് 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു എലമെൻറ്റ് മാറിയാൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറും എന്ന രീതിയിൽ അത്രയും ഡെപ്തിൽ നമ്മൾ കൺസെപ്റ്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനി വരാൻ പോകുന്ന നമ്മൾ എക്സാംസ് എന്തെങ്കിലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് എളുപ്പമുള്ളൂ. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്നറിയോ? ജയിക്കുന്നവൻ, വിന്നർ വിൻസ് നോട്ട് ബൈ മൈൽസ്. വിന്നേഴ്സ് ആരും മൈലിൽ എത്ര അല്ലെങ്കിൽ 1 കിലോമീറ്റർ വ്യത്യാസത്തിലല്ല ജയിക്കുന്നത് ഒരു ഓട്ടത്തിൽ. വിന്നർ വിൻ നോട്ട് ബൈ മൈൽസ് ബട്ട് ബൈ ഫ്രാക്ഷൻ. എവറി ബിറ്റ്സ് കൗണ്ട് ദർ, എവറി ബിറ്റ്. നിങ്ങൾ ജൂൺ 15 സ്റ്റാർട്ട് ചെയ്ത് 16 സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്.